നമസ്കാരം. പിണറായിസ്റ്റ് ഭരണത്തിനെതിരെയുള്ള കൊള്ളകൾ പൊതുസമൂഹം ഒരേ രീതിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തവണ്ണം അതിഭയാനകമായി മാറിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന പ്രതിപക്ഷത്തിനെ നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിയിൽ പലപ്പോഴും അതിനനുസൃതമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പല കോൺഗ്രസ്സുകാരും ഇപ്പം ചായം വാരി പൂശിക്കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാരാകും എന്നുള്ള ഒരു രീതിയിലേക്ക് നടക്കുന്നു. ചില കോൺഗ്രസ്സുകാർ നെറ്റിയിൽ കോൺഗ്രസ് എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റു ചിലർ കതറിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൺഗ്രസ് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ശരിക്കും ഹൃദയത്തിൽ നിന്ന് വരുന്ന കോൺഗ്രസ് അത് ഏതെല്ലാം മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാലും മാറില്ലാത്ത കോൺഗ്രസ്, അതാണ് ശരിക്കുള്ള ഒരു കോൺഗ്രസ്. ആ കോൺഗ്രസ്സുകാരെ തിരിച്ചറിയാനായിട്ട് കോൺഗ്രസ് നേതൃത്വത്തിനോ UDF നേതൃത്വത്തിനോ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും ആണിക്കൽ ഇളകുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് പുറത്തു നിൽക്കുന്നവർക്കാണ് കൂടുതലും മനസ്സിലാകുന്നത്. അതായത് ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ട കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പിന്നീട് പ്രവർത്തിക്കാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായി എന്ന് വരില്ല. അതൊന്ന് ഓർപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഇവിടുത്തെ പിണറായിസ്റ്റ് ഭരണം എന്ന് പറയുന്നത് നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റ് ഭരണമല്ല, CPM ഭരണവുമല്ല. കമ്മ്യൂണിസ്റ്റ് ഭരണം ഒരു കാലത്തുണ്ടായിരുന്നു. അതൊക്കെ ജനങ്ങൾക്ക് കുറേയൊക്കെ ഉപകാരപ്രദം തന്നെയായിരുന്നു. CPM ഭരണമാണെങ്കിൽ പോലും അത് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഭരണമായിരുന്നു. അതും ജനങ്ങൾക്ക് ഒരു പരിധിവരെ ഉപകാരപ്രദമായിരുന്നു. പക്ഷേ ഇത് രണ്ടും ഇന്ന് നാമാവിശേഷമായി. ഇപ്പോൾ നടക്കുന്ന ഭരണം എന്ന് പറയുന്ന പിണറായിസ്റ്റ് ഭരണമാണ്. അവിടെ ഈ കമ്മ്യൂണിസവും ഇല്ല, CPMഉം ഇല്ല ഇപ്പോൾ. അപ്പോൾ പിണറായിസ്റ്റ് ഭരണത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പം നടമാടുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാത്തരം മാഫിയകളുടെയും ഒരു വിളയാട്ടമാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നടക്കുന്നത്. എല്ലാവിധ മാഫിയകളും എല്ലാവിധ കൊള്ളകളും എല്ലാവിധ കൊള്ള ഭരണങ്ങളും ഇതാണിപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഇതിനെതിരെയുള്ള ജനവികാരം എന്ന് പറയുന്നത് ഇപ്പം വളരെ വലുതാണ്. കേരളത്തിലെ ഇന്നുള്ള ജനങ്ങളിൽ ഏകദേശം ഒരു 90% വരുന്ന ജനങ്ങൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഈ സർക്കാരിനെതിരെ ചിന്തിക്കുകയാണ്. ഇത്രയും ചിന്താഗതി, ഇത്രയും കാര്യങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭരണവിരുദ്ധ വികാരമായിട്ട് നിലനിൽക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്നത് ജനങ്ങൾ പ്രതിപക്ഷത്തെയാണ്. പക്ഷേ ആ പ്രതിപക്ഷം പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നില്ല എന്നുള്ളത് ഇവിടെ ഏറ്റവും എടുത്തു കാണേണ്ട ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പലരും ചായം വാരി പൂശിക്കൊണ്ട് കോൺഗ്രസിൻ്റെ ചായം ആണ്, ഇതാണ് കോൺഗ്രസിൻ്റെ ചായം എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ചായം വാരി പൂശിക്കൊണ്ട് വരുന്ന കോൺഗ്രസ്സുകാരും, നെറ്റിയിൽ കോൺഗ്രസ് എന്ന് എഴുതിക്കൊണ്ട് വരുന്ന കോൺഗ്രസ്സുകാരും, അതുപോലെ തന്നെ തങ്ങൾ ഇടുന്ന വസ്ത്രങ്ങളിൽ കോൺഗ്രസ് എന്ന ആലേഖനം കാണിച്ചുകൊണ്ട് വരുന്ന കോൺഗ്രസ്സുകാരാണ്. പക്ഷേ ഇത്തരം കോൺഗ്രസ്സുകാരൊന്നും ശരിക്കുള്ള കോൺഗ്രസ്സുകാരല്ല. ഇതൊക്കെ ഒരു മഴ പെയ്യുമ്പോൾ ഒലിച്ചു പോകുന്ന കോൺഗ്രസ്സുകാർ മാത്രമാണ്. അതൊക്കെ ഒന്ന് തിരിച്ചറിയാനായിട്ട് ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നുള്ളത് വളരെ വേദനയുടെയാണ് ഇവിടെ നിഷ്പക്ഷരായിട്ട് നിൽക്കുന്ന പൊതുസമൂഹം നോക്കിക്കാണുന്നത്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് അഖിലേന്ത്യാ നേതൃത്വമെങ്കിലും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നന്നായിരിക്കും. അതില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പ്രതിപക്ഷം എന്ന് പറയുന്നതിനകത്ത് സംഭവിക്കുന്ന ഈ അപജയം പലപ്പോഴും അത് മറ്റു മാഫിയകൾക്ക് വളർന്നു വരാനുള്ള ഒരു പ്രചോദനമായി പോകും. അത് ഒരിക്കലും ഇനിയെങ്കിലും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പ്രതിപക്ഷവും അതുപോലെ തന്നെ പ്രത്യേകിച്ച് കോൺഗ്രസും UDF നേതൃത്വവും കുറേ കൂടി ഒരു അവധാനതയോടുകൂടി ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥ കോൺഗ്രസ്സുകാരാരാണ്, അല്ലെങ്കിൽ കോൺഗ്രസിനെ ഏറ്റവും അധികം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നതും അതുപോലെ തന്നെ കോൺഗ്രസിനെ ഏറ്റവും അധികം പ്രതീക്ഷയോടുകൂടി കാണുന്നതും, അതോടൊപ്പം തന്നെ പ്രതിപക്ഷം ഇന്ന് നിലവിലുള്ള പ്രതിപക്ഷത്തിൻ്റെ ഒരു നെടും തൂണായിട്ട് നിൽക്കുന്ന വിഭാഗം ആരാണ്, അല്ലെങ്കിൽ അവരെ എത്രമാത്രം അത് ഉൾക്കൊള്ളുന്നു എന്നുള്ളത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു പ്രതിപക്ഷത്തെ ജനങ്ങൾ പ്രതീക്ഷയോടെ കാണുമ്പോൾ അത് ഏറ്റെടുത്ത് അത് ഉൾക്കൊണ്ട് മുന്നോട്ട് നീങ്ങാനായിട്ട് ഇവിടുത്തെ പ്രതിപക്ഷത്തിന് കഴിയേണ്ടതുണ്ട്. പക്ഷേ പ്രതിപക്ഷം പലപ്പോഴും കാണിക്കുന്നത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള ചില ഹിജൻ അജണ്ടകൾ അല്ലെങ്കിൽ തങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ട് നടത്തുന്ന ചില നെറികെട്ട കാര്യങ്ങൾ കൂടി ഇവിടെ പൊതുസമൂഹം നോക്കിക്കാണുന്നുണ്ട്. അതിപ്പോൾ വീഡിയോയിലൂടെ അത് പ്രത്യേകമായിട്ട് പരാമർശിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇവിടുത്തെ ഭരണവിരുദ്ധ വികാരം അതിശക്തമായിട്ടിരിക്കുമ്പോൾ അത് പ്രതിപക്ഷത്തിൻ്റെ മേൽ വരുന്ന ഒരു കളങ്കമായി വരുന്നത് കൊണ്ടാണ് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ
പബ്ലിക്കായിട്ട് പറയാതെ ഇരിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും കൂടെ ഈ പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ചില കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. ഒരു കാര്യം എടുത്തു പറയുന്നു, മുഖത്ത് ചായം പൂശി വരുന്ന കോൺഗ്രസ്സുകാരല്ല കോൺഗ്രസ്സുകാർ, നെറ്റിയിൽ കോൺഗ്രസ് എന്ന് എഴുതിക്കൊണ്ട് വരുന്നവരല്ല കോൺഗ്രസ്സുകാർ, അതുപോലെ തന്നെ തങ്ങൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളിൽ കോൺഗ്രസ് എന്ന് എഴുതി കൊണ്ട് വരുന്നവരല്ല കോൺഗ്രസ്സുകാർ. മറിച്ച് ഹൃദയത്തിൽ നിന്നും കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ നെഞ്ചിലേറ്റി നടത്തുന്ന, ഹൃദയത്തിൽ ഉറവയുള്ള കോൺഗ്രസ്സുകാരാണ് യഥാർത്ഥ കോൺഗ്രസ്സുകാർ. ആ കോൺഗ്രസ്സുകാരിലൂടെയാണ് കോൺഗ്രസ്സിനെ പൊതുസമൂഹം നോക്കിക്കാണുന്നത്. ആ കാണുന്ന ആ കാഴ്ചപ്പാട് അത് പ്രതിപക്ഷം കൂടി ഒന്ന് കണ്ണു തുറന്ന് കാണണം, പ്രതിപക്ഷ നേതൃത്വം കണ്ണു തുറന്ന് കാണണം, അതിൻ്റെ അഖിലേന്ത്യാ നേതൃത്വം കണ്ണു തുറന്ന് കാണണം. അതല്ല, രാഹുൽ ഇത് ഉൾക്കൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രതിപക്ഷത്തിന് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്, പൊതുസമൂഹത്തിന് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. അതുതന്നെയാണ് ഇവിടുത്തെ മലയാളി സമൂഹം, പ്രത്യേകിച്ച് കേരള സമൂഹം ആഗ്രഹിക്കുന്നത്. അത് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.